Let me be your boo, the one you talk to, the one you keep on calling your baby. Let me be your one, the one you can trust, the one you won't take home to your mama. ഹലോ ഗൈസ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമ്മൾ കൊടൈക്കനാൽ പോകുന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പോയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോയിലുള്ളത്. സോ വീഡിയോ ഒന്നും റെക്കോർഡ് ചെയ്ത് വലിയ ശീലമില്ലാത്തതുകൊണ്ട് വോയിസൊക്കെ ഫുള്ള് ഫ്ലോപ്പാണ്. നമ്മളങ്ങനെ രാത്രിയായപ്പോഴത്തേക്കും നമ്മൾ ഹൈ റേഞ്ച് കയറി തുടങ്ങി. നല്ല ആംബിയൻസ് ആണ് ഹൈ റേഞ്ച് നൈറ്റ്, പക്ഷേ അതുപോലെ ഡേഞ്ചർ എന്നാണ് പറഞ്ഞത്. അവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നൈറ്റ് അവിടെ എത്തി, നല്ല ഒരു സ്റ്റേ കിട്ടി. സോ നമ്മൾ ഫ്രഷായി നന്നായിട്ട് കിടന്നുറങ്ങി. രാവിലെ ആയപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട്, രാവിലെ മോർണിംഗ് മുതലേ നല്ല കിട്ടില്ല ആംബിയൻസ്. സോ ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഫ്രഷായിട്ട് നമ്മൾ നമ്മുടെ ഇന്നോവ കാറിൽ നമ്മൾ ആദ്യമേ തന്നെ ഗുണ കേവ്, മഞ്ഞുമൽ ബോയ്സ് ഇൻസ്പിറേഷൻ ഓഫ് ഗുണ കേവ്, നേരെ ഗുണ കേവിലേക്ക് നമ്മളങ്ങനെ വണ്ടി. ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എടുത്ത വണ്ടി നേരെ നിർത്തിയത് ഹോട്ടലിലാണ്. അവിടെ നിന്ന് നല്ലൊരു കിടില ആംബിയൻസ് ഉള്ള ഒരു ഹോട്ടൽ, അതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡ്. സോ നമ്മൾ അവിടെ നിന്ന് എല്ലാവരും ഇഡലിയും മസാല ദോശയും വടയും ചേർത്ത് ഒരു കാപ്പി കൂടി അങ്ങ് പാസ്സാക്കി. സോ അങ്ങനെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഗുണ കേവിലെത്തി. നേരത്തെ നമ്മൾ പൈൻ ഫോറസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടാണ് നേരെ ഗുണ കേവ് എത്തിയത്. കുറേ പേര് അവിടെ നിൽപ്പുണ്ടായിരുന്നു, കാരണം അത്രയും തിരക്കാവുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ നേരെ ഗുണ കേവ് വന്നത്. വിചാരിച്ച പോലെ തന്നെ അധികം തിരക്കൊന്നും ക്രൗഡൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ എൻട്രൻസിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നേരെ ടിക്കറ്റ് ആളിന് 10 രൂപയാണ് ടിക്കറ്റ് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറെ അഡീഷണൽ വേറെ ചാർജൊന്നും ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ നടന്നു തുടങ്ങി. കുറച്ച് ഉള്ളിലേക്കാണ്, അങ്ങനെ കുറച്ച് നടന്ന്. എൻട്രൻസിലൊന്ന് ഒരുപാട് ദൂരമൊന്നും പറയാൻ പറ്റില്ല, എന്നാലും കുറച്ച് ദൂരം അവിടെ നിന്ന് നടന്ന് മാക്ക നടന്ന് അങ്ങനെ നമ്മൾ ഗുണ കേവിൻ്റെ അവിടെ എത്തി. വിചാരിച്ച പോലെ തന്നെ വലിയ അധികം തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ക്രൗഡ് അങ്ങനെ ഒന്ന് അവിടെ ആയിട്ട് കുറച്ച് പേരേ ഉള്ളൂ. നല്ലൊരു ആംബിയൻസിൽ നമ്മളവിടെ മാക്സിമം എൻജോയ് ചെയ്തു. അതുപോലെ സിനിമയിൽ കാണും പോലെ തന്നെ ആരും ചാടി പോകാതിരിക്കാൻ കരുതി അവിടെ സെക്യൂരിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഫുള്ള് വേലിയൊക്കെ അടിച്ച് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. താഴെ നല്ല ഗുണക്കേവ് താഴെ നമുക്ക് കുറച്ചായിട്ടേ കാണാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ഫുള്ള് കാടൊക്കെ പിടിച്ച് വൻ സീനാണ്. അവിടുത്തെ വേരാണ് സ്പെഷ്യൽ. പിന്നെ കുറേയൊക്കെ അവിടെ നെറ്റൊക്കെ ഇട്ട് അടച്ചു വെച്ചിട്ടുണ്ട് സേഫ്റ്റി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങിയ സമയത്താണ് ശരിക്കും കോട എത്തിയത്. കോട അവിടെ എത്തിയതന്നെ അതിൻ്റെ കൂടെ തന്നെ ഫുള്ളാൾ, ഒടുക്കത്തെ തിരക്ക്. നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ അവിടെ ഫുള്ളാൾ, എവിടെ നിന്നൊക്കെ വന്നത് ഫുള്ളാൾ. കറക്റ്റ് സമയത്തിന് നമ്മൾ അവിടെ പോയതുകൊണ്ട് അധികം നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. തിരിച്ചു വന്നപ്പോഴത്തേക്കും മുഴുവൻ വണ്ടി. ഇനി വരുന്നവർ മാക്സിമം നേരത്തെ വന്നു കഴിഞ്ഞാൽ അത്രയും ക്രൗഡ് കുറവായിരിക്കും. സോ പൈൻ ഫോറസ്റ്റും കണ്ടിട്ട് നേരെ ഗുണ കേവ് വരിക. നമുക്ക് തിരിച്ച് പൈൻ ഫോറസ്റ്റ് കാണാൻ പോകാൻ പറ്റിയില്ല. അതിൻ്റെ ട്വിസ്റ്റ് എന്തെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.